നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് മാൻകൈൻഡ് ഫാർമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസും അതിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂവുമാണ് അറിയേണ്ടത്. അതിൽ നമുക്ക് ന്യൂസിനെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ ലാഭത്തിൽ ഇത്തവണ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21.7% കുറവിൽ 512 കോടിയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എബിറ്റ 8.8% ഉയർച്ചയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനം 20.8% ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ മാൻകൈൻഡ് ഫാർമയുടെ തുടക്ക സമയം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരിയിൽ നിലവിൽ ഒരു ഇടിവാണ് കാണുന്നത്. 1.78% ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞൊരു 3-4 മാസമായി ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയുണ്ട്, അതോ ഇടിവ് തുടരുമോ? ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. 2650 എന്ന ഹൈ റിജക്ഷൻ സോണിൽ വോളിയം ബേസ്ഡ്, അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 24 ജൂലൈയിൽ ഒരു വോളിയം ബേസ്ഡ് ക്യാനൽ ഫോം ചെയ്തു. അതിനെ തുടർന്ന് ആ ലെവലിൽ ഒരു ഹൈ റിജക്ഷൻ സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്ത് വീണ്ടും ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേയും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കറണ്ട് 1.8% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇമ്പോർട്ട് ലെവലായ 2292 എന്ന ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആണ് കറന്റ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഹയർ ലെവലിൽ സെൽ ഓഫ് നടന്ന 2650 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കണം. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ.